ഹലോ ബോയ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ ജാവ എഡിഷൻ 1.21.5ൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് ജസ്റ്റ് വെറുതെ ഒന്ന് പണിതാണ്. വെറുതെ ഒരു രസത്തിന് വേണ്ടി കളിക്കാൻ വെച്ച് പണിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചത് കോമ്പിനസ് ബോട്ടിലും ഗോട്ടോണൊക്കെ കിട്ടിയത് വില്ലേജർ ഔട്ട്പോസ്റ്റിന്. പിന്നെ എനിക്ക് വേറെ 2 അയൺ കിട്ടി. ഓക്കെ, വീടൊക്കെ പണിതപ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ വന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ ഇതാണ് ഇവിടെ മൈനിങ് ഏരിയ. കുറച്ചേ പണിതിട്ടുള്ളൂ. അതിൻ്റെ താഴെ വലിയൊരു കേവ് ഉണ്ടോ, അപ്പോൾ ഒട്ടും വലുതാണെന്ന് അറിയുമോ. പിന്നെ ഇതൊക്കെയാണ് മൈനിങ് ഏരിയ. ഇത് ഫുള്ളായിട്ടില്ല, ഉണ്ടാക്കാൻ പോകണുള്ളൂ. പിന്നെ എൻ്റെ വീട് ഫുള്ളാക്കിയിട്ടില്ല, റൂഫ് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. നമുക്ക് ഫുള്ള് കോപ്പർ വെച്ചാണ് പരിപാടി. ഞാൻ ജസ്റ്റ് ഈ പ്ലാൻ കൊണ്ട് റൂഫ് ഉണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ ATG ആണ് വീഡിയോ ഉണ്ടായി ലെറ്റ്സ് പ്ലേ. അപ്പോൾ അതിലന്ന് കോപ്പർ കൊണ്ട് ചെയ്തു. അപ്പോൾ ഒരു മോട്ടിവേഷൻ, കോപ്പർ കൊണ്ട് ആകെ ഒറ്റ ബ്ലോക്കേ വെച്ചിട്ടുള്ളൂ. കോപ്പർ മൈൻ ചെയ്യാൻ പോകണം, അതാണ് പ്രാന്ത്. ആവശ്യമില്ലാത്ത സമയത്ത് എപ്പോഴും കോപ്പറാണ്, ആവശ്യമുള്ള സമയത്ത് കോപ്പറേ കിട്ടില്ല. ഞാൻ കുറേ നോക്കി. അപ്പോൾ ഇനി കോപ്പർ മൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ടല്ലോ. എടാ, ഞാനിന്ന് എന്തൊരു പൊട്ടനാണ് നോക്കണേ. തൊട്ടപ്പുറത്ത് കോപ്പർ ഉണ്ടായിട്ട് വേറെ വല്ലയിടത്തും പോയി മൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് മൈൻ ചെയ്യട്ടെ ആദ്യം. നോക്കിയോ, ഞങ്ങൾ താഴത്തെ കേവ് കാണിച്ചു കേട്ടാ. എൻ്റെ പൊന്നെ, എന്താണെന്ന് അറിയും. അതിൻ്റെ അപ്പുറത്തൊരു മൈൻ ഷാഫ്റ്റ്, തൂങ്ങണ മൈൻ ഷാഫ്റ്റ്. പിന്നെ 2 സ്പൈഡർ സ്പോണൊക്കെ കിട്ടി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. ഇതാണ് കേവ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ ബാക്കി. ചത്ത തീർന്നു. ഈശ്വരാ, കാത്തോടെ മൈൻക്രാഫ്റ്റ് ദൈവങ്ങളെ, കാത്തോടെ. അമ്മേ, ലേഖടിക്കണം. എൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റട്ടെ. ക്ലൗഡ് ഓഫാക്കിയിടാം, പാർട്ടിക്കിൾ ഡിക്രീസ് ആക്കിയിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ലേഖ പോയില്ലേ. ഇതാണ്ടാ, ഇത് അവിടെയാണ്, ആ ഫ്രണ്ടിലായിട്ടാണ് വലിയ കേവ്. ഇതൊന്നും സോമ്പിനൊന്നും കാണുന്നില്ലല്ലോ അവിടെ. അതാ ക്രീപ്പറൊക്കെ നിൽക്കുന്നുണ്ട്. കോപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അത് മൈൻ ചെയ്തിട്ട് പോകാമായിരുന്നു. ഒന്നും കാണുന്നില്ല. ശരി, വേണ്ട, കയറി പോവാ. അമ്മേ, ക്രീപ്പർ തേങ്ങ. ലേഖടിക്കണം. ഇതാണ് ഞാൻ കേവിക്ക് ഇറങ്ങാത്ത തേങ്ങ. ഭ്രാന്താവും കേവിക്ക് ഇറങ്ങിയ. മൂട്ടിലിട്ടിട്ടാണ് പോട്ടുണ്ട് ക്രീപ്പറൊക്കെ. ഒന്നും കൂടെ പോയി ഒക്കെ എടുക്കാം. ഈശ്വരാ, എല്ലാം ഉണ്ടാവണേ, ഒന്നും പോലെ. ചാടി. കുറേ XP ഒക്കെ കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ കിട്ടി. എൻ്റെ സോഡ് അവിടെ. സോഡില്ല. സോഡാണ്. അമ്മേ, ക്രീപ്പർ പോടാ. ക്രീപ്പർ വിട്ടിട്ട് ആരാ കേട്ട്. ഈസി ബ്രോ. സോഡ് കിട്ടി. എൻ്റെ മരമാണ് മെയിൻ. മരത്തിനകത്ത് കഷ്ടപ്പെട്ട് മുറിച്ചെന്നറിയോ. കോപ്പർ അവിടെ എവിടെയോ കണ്ട പോലെ തോന്നി. അതാ കോപ്പർ. പോട്ടെ. ഇനി കോപ്പർ മൈൻ ചെയ്ത് ചാവിഞ്ഞ ഇനി. അയ്യോ, കയറിപ്പോ, വെറുതെ വഷളാക്കണ്ട. ഐറ്റംസൊക്കെ എടുത്ത് കയറിപ്പോ. എൻ്റെ ബക്കറ്റ് പോയി. പക്ഷേ ഏതാ സ്ഥലം? ഇതൊക്കെ ചെറിയ കുഴിയടേ. കോപ്പറേ. മൈ ഗാഡ്, കോളും വേണം, കോപ്പറും വേണം, എന്നാലേ സ്മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ ഞാൻ ബാക്കി കോപ്പർ മുറിക്കുന്ന ഒരു ടൈം ലാപ്സ് ഇട്ടിട്ട്. ഇതല്ല ഞാൻ പറഞ്ഞ മൈൻക്രാഫ്റ്റ്. ശരി,
എന്തായിരുന്നു എൻ്റെ പേര്? മൈൻഡ് ഷാഫ്റ്റ്. നമുക്കത് എന്ത് വലിയ ഗുഹമേ മേ സോമി ബ്ലോക്ക് എൻ്റെ അമ്മേ. അമ്മോ ഇപ്പം ചത്തേനെ. അപ്പം ഭാഗ്യം കൊണ്ട് തന്നെ ഉന്തിയിട്ടില്ല, എനിക്ക് കുയിൽ കുന്തിയിട്ടില്ല, എനിക്ക് ചത്തേനെ മോനെ. അമ്മേ ഒരു വഴിയായി. ഇവിടെ അവ ഇവിടെ പോയതാണ്. ഇവിടെ നിന്ന് പോകുക, എനിക്ക് വയ്യ. ഇവിടെ നിന്ന് പോട്ടെ. എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക് ഇവിടെ നിന്നാ. ഇപ്പം നിങ്ങൾ പിന്നെ ഒരു ടൈം ഉണ്ട്. ഞാൻ മൈൻഡ് ഷാഫ്റ്റിക്ക് പോവാം, അതാണ് നല്ലത്. അവിടെ ആകുമ്പോൾ കുറേ കോപ്പർ വയനൊക്കെ ഉണ്ടാവും. ഓക്കെ, ഉറങ്ങട്ടെ. എത്ര ദിവസമായി? പക്ഷേ ഉറങ്ങട്ടെ. ഓക്കെ, ആ കോപ്പർ മാറിയടാ. കോപ്പർ ഒരു വൃത്തികെട്ട നിറമായി. ഈ ഡോറും വൃത്തികെട്ട നിറമായി. ഇത് കഴിഞ്ഞിട്ട് ഇനി നീലയാവില്ലേ? അത് നീലയാകുമ്പോഴാണ് കാണാൻ ഭംഗിയുള്ളൂ. അപ്പോൾ ശരി മച്ചാന്മാരെ, ഇനി നിങ്ങൾ വീണ്ടും ഒരു ഡൈനോസർ കിട്ടും. എടാ, ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച അയണായി. അയൺ ബ്ലോക്ക് ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ട് വരാം അവിടെ. വെക്കട്ടെ. ഇതെന്താ സാധനം? കോപ്പർ ഗ്രേറ്റാ. തുളതുളയുള്ള സാധനം. കട്ട് കോപ്പർ, ചിസൽഡ് കോപ്പർ സ്ലാബ്, കോപ്പർ ഗ്രേറ്റ് അവിടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഉണ്ടാക്കാം അല്ലെങ്കിൽ വേണം ഉണ്ടാക്കാൻ തപ്പി നോക്കിട്ട്. നല്ല രസമുണ്ട് കാണാൻ. ഡെക്കറേറ്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇത്രയും ഉണ്ടാക്കിയല്ലേ, എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാം. Oh my god, lag. Oh my god. ഇതൊന്നും നീലയാവാത്ത ഇത്രയും നേരമായിട്ട്. Oh my god, അടയുന്നതാ. ഓക്കെ, നമുക്ക് ആ മറ്റേ മൈനിങ് ഏരിയൻ്റെ അവിടെ ഡോറൊക്കെ കൊണ്ട് വയ്ക്കാം. ഇത് പക്ഷെ ഇത് വെക്കുമ്പോൾ ഒരു വേലി വെച്ച പോലെ ഉണ്ടാവും. മറ്റേ മൈൻക്രാഫ്റ്റ് മൂവിയിൽ പോലെ കഴിഞ്ഞ. അത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല അറിയാതെ പ്ലേസ് ആയതാണല്ലേ. അമ്മേ പോയി വിചാരിച്ചു പെട്ടെന്ന്. ചാ വെക്കടോ. ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഒന്ന് എവിടെ അവിടെ ഒന്ന്. പിന്നെ നമ്മുടെ ഡോറ് അപ്പോൾ സെറ്റായി. കുറച്ചും കൂടെ ഉണ്ടാക്കി വയ്ക്കണം. പോട്ടെ. ഇത് ഏണി മാറ്റി വേറെ എന്തെങ്കിലും സെറ്റപ്പ് വെക്കണം. നെതിരിൽ കയറിയ വാട്ടർ ലെവൽ വെക്കണം അവിടെ. ഇത് ആ മൈനിങ് ഏരിയ നേരെ നമ്മുടെ സ്പൈഡർ സ്പോണല്ലേ, അതൊരു ഫാമാക്കണം. സ്പൈഡർ സ്പോണിലേക്ക് നേരെ വഴി വെട്ടണം. സെറ്റായിരിക്കും മോനെ. 4 വെച്ചിട്ട് 4 ഉണ്ടാക്കാം. അപ്പം അത് സ്റ്റോൺ കട്ടർ വെച്ചുണ്ടാക്കണം, ക്രാഫ്റ്റ് ടേബിൾ വെച്ചുണ്ടാക്കണം, ഒരേപോലെ അല്ലേ ആയിരിക്കും. നമുക്ക് ലാഡർ ഉണ്ടാക്കി ഇവിടുന്ന് ഡയറക്റ്റ് മേലെ കുറയ്ക്കണം. എനിക്കിനി ഇടയിലിടയിൽ കയറാൻ വയ്യ, ചുറ്റി കയറാൻ വയ്യ. ഓക്കെ, നൈസ്. ലാഗ്. ഓക്കെ. ആടാ, ഇത് ഒരേപോലെയാണ്. 4 കിട്ടും അതേപോലെ തന്നെ.
എടാ നമ്മളിനി വേൾഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിക്കണം. കുറേ പരിപാടികളുണ്ട് ഈ ഹൗസ് ഉണ്ടായിക്കഴിഞ്ഞാൽ. നെതറിൽ പോകണം, കുറേ ബിൽഡ് ഉണ്ടാക്കണം. അതൊക്കെയാണ് എൻ്റെ തോന്നലുകൾ. ഇതെന്താ രണ്ടും കഴിക്കുന്നത്? ഒരു പേരിക്കാവണല്ലോ. ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു കളിക്കണം. യാ പൊളി മൈൻ. നൈസ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്നിട്ട് നമ്മൾ ഡോറിൻ്റെ ഇപ്പുറത്തേക്ക് ആ സ്റ്റെപ്പൊക്കെ ഉള്ള ഭാഗം ഡെക്കറേറ്റ് ചെയ്യണം ഫുള്ളായിട്ട്. എന്നിട്ട് വേലിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പാടില്ല. വേലിൻ്റെ അപ്പുറം നമ്മുടെ മൈനിങ് ഏരിയയാണ്. നൈസ്. എൻ്റെ തലച്ചോറ് പുതിയ ഐഡിയകൾ വരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീണ്ടും ഒരു ടൈം ലെസ് കണ്ടിട്ടോ. കോപ്പർ മൈൻ ചെയ്ത് ചാവും ഞാൻ. ലാഡറിൻ്റെ അടിയിലും വയ്ക്കാം കുറച്ച്. ഓക്കെ, ഇനി നമ്മുടെ മൈൻ ഷാഫ്റ്റിൽ പോകണമെന്ന് പോയി. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പോകും മൈൻ ഷാഫ്റ്റിൽ ചത്ത് ജീവിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മൈൻ ഷാഫ്റ്റ് കേട്ടോ. നമുക്ക് തൂങ്ങിക്കിടക്കുന്ന മൈൻ ഷാഫ്റ്റ്. അപ്പുറത്തേക്ക് ചാടട്ടെ. കുറവാണ്. ഇവിടെ ഇറങ്ങി ഫുള്ള് വടിച്ചെടുക്കണം. അടിച്ചെടുക്കണം മൈൻ ഷാഫ്റ്റ് ഫുള്ള്. അല്ല, തൂങ്ങിക്കിടക്കണം. നമുക്ക് ചെയിന് കുറേ കിട്ടും. അത് കോപ്പറൊക്കെ കിടക്കണം അവിടെ. കോപ്പർ വേണ്ടപ്പോൾ അല്ലെങ്കിൽ നമുക്ക് താഴെ പോയിട്ടെടുക്കാം. എനിക്ക് ചാടാൻ പേടിയാണ്. എങ്ങാനും ചത്താലോ പറഞ്ഞിട്ട്. ഇവിടെ ചത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. കോപ്പർ എടുക്കാം അല്ലേ? എടുക്കാം. അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ടോ. ടാറ്റ, ബൈ. അങ്ങനെ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. നമുക്ക് 5 സ്റ്റാക്ക് കോപ്പറും പിന്നെ കുറേ അയണം. ഈ ഡോറെന്ത് ഇതുവരെ മാറാത്തത്? നമുക്ക് 5 സ്റ്റാക്കും ഓരോ ഫർണസിലും ഓരോ സ്റ്റാക്ക് വെച്ച്. അപ്പം ഒരു ഫർണസും കൂടി വേണം. നൈസ്. സ്റ്റോണും ഇല്ല. അപ്പോൾ മൈൻഡ് ചെയ്യട്ടെ പോയിട്ട്. അപ്പം താഴെ മൈൻഡ് ചെയ്യാം അല്ലേ? നമ്മൾ നേരത്തെ ചത്ത ഫുൾ ഓമേഗോഡ്. താഴെ സ്റ്റോൺ ഇല്ല. ആൻഡസൈറ്റും ഉണ്ട്. ആൻഡസൈറ്റും ഗ്രാനൈറ്റും മാത്രമേ ഉള്ളൂ. കുറച്ച് കുഴിച്ച് കഴിയുമ്പോൾ സ്റ്റോൺ ഉണ്ടാവും. കിട്ടി. സ്റ്റോൺ കിട്ടി. 8 ആയ. 5 ഓക്കെ, 8 ആയിട്ടുണ്ടോ? ഗ്രാനൈറ്റൊന്നും വേണ്ട, പോട്ടെ. കറക്റ്റ് 8. ഓക്കെ. പോടാ, എന്തുവാ? മടുത്തു. എൻ്റെ പൊന്നെ, എത്ര വട്ടം ചത്തു എന്നറിയോ ഗെയിമിൽ പണ്ടാരം. അതെന്താ?
ഓക്കെ, ഇനി അതൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. നമുക്ക് 33 അയണാണ് പോലുള്ളത്. ഒരു സ്റ്റാക്ക് കോള് 33 അയൺ. അടുത്ത എപ്പിസോഡിൽ ഫുൾ അയൺ ആർമറാണ് പോയത്. ഈ എപ്പിസോഡിൽ എന്തായാലും ആക്കണം. അടുത്ത എപ്പിസോഡിൽ അയൺ ആർമറാക്കാം. ഇനി അത് സ്മെൽറ്റ് ചെയ്യണം. ഫസ്റ്റ് കോള് സ്മെൽറ്റ് ചെയ്യണം. 5 ഫർണസ് ഉണ്ടാക്കി, അതിന് കോള് സ്മെൽറ്റ് ചെയ്യട്ടെ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇത് എടുത്തിട്ട് 16 കോള് വെച്ചിട്ട് ഒരു സ്റ്റാക്ക് ഇരിക്കട്ടെ. അതേപോലെ എല്ലാത്തിലും 16 കോള് വയ്ക്കുക, ഒരു സ്റ്റാക്ക് ഇടുക. 16 കോള് വയ്ക്കുക, ഒരു സ്റ്റാക്ക് ഇടുക. പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ എൻ്റെ മോനെ കോപ്പറൊക്കെ സെറ്റാക്കിയാൽ വീട് തിളങ്ങി കിടന്നു. ഞാൻ ഡെക്കറേറ്റിങ് ചെയ്യണം, ഇന്നർ ഡീറ്റെയിലിങ് ചെയ്യണം, ഔട്ടർ ഡീറ്റെയിലിങ് ചെയ്യണം. 2 എപ്പിസോഡ് കൊണ്ട് വീടുണ്ടാക്കി തരണം. അതാണ് എൻ്റെ ടാർഗറ്റ്. ഞാനത് ഒരുപാട് കണ്ടൻറ്റ് വലിച്ചു നീട്ടുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾ കണ്ടേ വലിച്ചു നീട്ടുന്നുണ്ടോ കണ്ടേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സെറ്റാക്കാമല്ലോ. ഇത് നോക്ക്, ഇത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതെന്താ അതുമാത്രം ഇങ്ങനെ വൃത്തിയായിട്ട കളറായി. ബാക്കിയൊന്നും വൃത്തിയായിട്ട കളറാവുന്നില്ലല്ലോ. സംതിങ് ഫിഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.